നിലമ്പൂരിലെ പരാജയം എൽ.ഡി.എഫിന് കനത്ത അടിയാണ്. മുന്നണി വിപുലീകരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ മുന്നണിയിൽ പലരും പല പാർട്ടികളും ഒന്നോ രണ്ടോ എം.എൽ.എമാരൊക്കെ ഉള്ളവരാണ്. CPM-ഉം CPI-യും കഴിഞ്ഞാൽ പിന്നെ അവിടെ എം.എൽ.എമാർ കൂടുതലുള്ള ഒരു പാർട്ടി കേരള കോൺഗ്രസ് എം. കേരള കോൺഗ്രസ് എം UDF-ലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് തോന്നുന്നത്? UDF എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് കുഞ്ഞുമാണി, കുഞ്ഞുകുഞ്ഞ്, അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി, ഈ 3 പേരാണ്. അതിൽ നിന്നും വ്യക്തമാകുന്നത് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ഈ 3 പാർട്ടികളും ഉണ്ടെങ്കിലേ UDF പൂർണ്ണമാകൂ. ഇപ്പോൾ UDF പൂർണ്ണമല്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് തുടർച്ചയായി നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു മാറ്റമുണ്ടല്ലേ. നാം ഇത് മുൻപ് രാജസ്ഥാനിൽ കണ്ടിട്ടുണ്ട്, പഞ്ചാബിലുണ്ട്, കേരളത്തിലുണ്ട്. കാരണം ഈ രീതി എന്ന് പറയുമ്പോൾ 5 വർഷം കോൺഗ്രസ്, UDF 5 വർഷം LDF. ഇതിനൊരു മാറ്റം വന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വലിയ രീതിയിൽ ഒരു 10-30 വർഷത്തിന് ശേഷം അങ്ങനെ ഒരു തുടർഭരണം പറഞ്ഞാൽ 80-കൾക്ക് ശേഷം 82 മുതൽ ഉള്ള ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ ഈ പറഞ്ഞതുപോലെ ഈ 2021-ലാണ് 4 പതിറ്റാണ്ടാകുന്നു ഈ പറഞ്ഞതുപോലെ LDF-ന് ഒരു തുടർഭരണം കിട്ടുന്നു. അങ്ങനെ ഒരു തുടർഭരണം വന്നപ്പോൾ ആ കുഞ്ഞു മാണിയുടെ പാർട്ടി LDF-നോടൊപ്പമായിരുന്നു. അതാണ് ഏറ്റവും നിർണായകം. കാരണം അവരുടെ 8 സീറ്റ് മാത്രമല്ല, മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും വലിയ രീതിയിലുള്ള ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള പല മണ്ഡലങ്ങളിലേക്കും ഈ LDF-ന് കടന്നു കയറാൻ കഴിഞ്ഞത്, CPM-ന് കടന്നു കയറാൻ കഴിഞ്ഞത് ഇവരുടെ നിർണായകമായ വോട്ട് ഉള്ളത് കൊണ്ടാണ്. ആ രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും അവർക്ക് നാം എന്തെല്ലാം പറഞ്ഞാൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, മധ്യ കേരളവും തെക്കൻ കേരളത്തിലേക്കെല്ലാം എങ്ങനെ UDF-ന് കടന്നു കയറാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്തായാലും തിരിച്ച് UDF-ലേക്ക് വന്നാൽ മാത്രമേ അടുത്ത തവണ ഈ UDF-ന് അധികാരത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അല്ല ഒരു നിലമ്പൂർ വച്ച് വിലയിരുത്തിയിട്ട് മാത്രം കഴിയില്ല. കാരണം ഈ മുൻകാലങ്ങളിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ അത് അല്ലേ, മുൻപ് നയനാറിൻ്റെയും VS അച്യുതാനന്ദൻ്റെയും എല്ലാം മന്ത്രിസഭകൾ വരുമ്പോൾ അവിടെ MLA ഇല്ല. അൻവർ എന്നൊരു തുറുപ്പുചീട്ടിലൂടെ മാത്രമായിരുന്നു നിലമ്പൂരിൽ MLA അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അവർ നമുക്ക് പലതവണ പരിശോധിച്ചാൽ തന്നെ അറിയാം. അവരുടെ ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും വ്യക്തമായ UDF-ന് സ്വാധീനമുണ്ട്. മുസ്ലിം ലീഗ്, കോൺഗ്രസ്, CPM ഒരു ഇടക്കാലത്ത് ഒരു തന്ത്രം രൂപീകരിച്ചു. എങ്ങനെയാണ് സ്വതന്ത്രരെ മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നുള്ള സ്വതന്ത്രരെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കുക, അവിടെ നിർത്തി വിജയിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വതന്ത്രരുടെ എണ്ണം എടുത്ത് നോക്കിയാൽ പരാജയപ്പെട്ട കണക്കും നാം കാണാൻ കഴിയും. തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് നോക്കുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഈ കോൺഗ്രസിന് നിലനിൽക്കണമെങ്കിൽ അധികാരത്തിൽ വന്നാൽ മാത്രമേ കഴിയുകയുള്ളൂ. അത് മറ്റു സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിലും ആ സംസ്ഥാനങ്ങളിൽ നിന്നല്ല, പൂർണ്ണമായി തന്നെ കോൺഗ്രസ് ഇല്ലാതാകുകയാണ്. ഇനി തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് തമിഴ്നാടും അതോടൊപ്പം തന്നെ ആസാം, കേരളം, ബംഗാൾ, അതിൽ 2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് പ്രതീക്ഷയുള്ളത്. ഒന്ന് ആസാമും കേരളവും. ആസാമിൽ പ്രതീക്ഷ ഉണ്ടെന്ന് അവർ പറയുമ്പോഴും വലിയ രീതിയിൽ അവിടെ BJP എങ്ങനെ തളയ്ക്കുമെന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. മറിച്ച് ആ രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും എളുപ്പം അധികാരത്തിൽ വരാൻ കഴിയുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ തെക്കൻ കേരളവും മധ്യ കേരളവും ഈ കോൺഗ്രസിന് സ്വന്തമാക്കിയാലേ കഴിയൂ. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇത്തവണ കോൺഗ്രസിന് ലഭിച്ചത് 1 സീറ്റാണ്. കൊല്ലത്തും 1 സീറ്റോ ആ രീതിയിലാണ്. എല്ലാ ജില്ലകളും പരിശോധിച്ചാൽ നമുക്കത് അറിയാൻ കഴിയും. ആ ജില്ലകളിലെല്ലാം മാറ്റം വരണമെങ്കിൽ കേരള കോൺഗ്രസ് വന്നാൽ വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയും. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇനി എന്തായാലും UDF-ന്റെ ഭാഗത്തു നിന്ന് നടപ്പിലാക്കാൻ കഴിയുന്നത്. സുധാകരൻ ഉൾപ്പെടെയുള്ളവർ അന്ന് പ്രസിഡന്റ് ആയപ്പോൾ പറഞ്ഞത് ഞങ്ങൾ കേരള കോൺഗ്രസിനെ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ സുധാകരൻ്റെ കാലത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. സണ്ണി ജോസഫ് പ്രസിഡന്റായി വരുന്നു. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ് വർക്കിംഗ് പ്രസിഡന്റായി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ പ്രസ്താവന തന്നെ ഇങ്ങനെയായിരുന്നു, ഈ UDF-ന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നുള്ള ഒരു പ്രസ്താവനയാണ് വന്നത്. ആ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് എന്തായാലും 2026 അധികാരത്തിൽ വന്നാലേ കഴിയുകയുള്ളൂ. ഒരു പരിധിവരെ തങ്ങൾക്ക് ലഭിക്കുന്ന മുഴുവൻ സീറ്റുകളും വിജയിക്കാൻ മുസ്ലിം ലീഗിന് ഒരു ഭാഗത്ത് കഴിയുന്നുണ്ട്. കോൺഗ്രസിനും ചില സീറ്റുകൾ കൂടുതൽ നേടാൻ കഴിയും. പിന്നീടുള്ള ഒരു 10-12 സീറ്റുകൾ നേടണമെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ സഹായം കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. ഈ നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF പിടിച്ച 91-99
സീറ്റുകളൊന്നും എന്തായാലും കോൺഗ്രസിനെ കൊണ്ട് നേടാൻ കഴിയില്ല. കാരണം ഈ കണ്ണൂർ ഉൾപ്പെടെയുള്ള, കോഴിക്കോട് ഉൾപ്പെടെയുള്ള, കാസർഗോഡ് ഉൾപ്പെടെയുള്ള പല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളിലെ സീറ്റുകളുമുണ്ട്. ആ സീറ്റുകളിലേക്കെല്ലാം കടന്നു കയറുന്ന തരംഗം എന്തായാലും നിലവിലില്ല. അത്രയും ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ തെരുവിൽ പ്രതിഷേധം ഉണ്ടാക്കുന്ന സംഘടനാ സംവിധാനമോ കോൺഗ്രസിനില്ല. ഇവർ ഇപ്പോൾ പല ഉപതെരഞ്ഞെടുപ്പുകളിലും നമുക്കറിയാമല്ലോ, എല്ലാ നേതാക്കളും അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. അതോടൊപ്പം തന്നെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ വികാരം ഉൾക്കൊണ്ടാണ് അല്ലെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് വിജയിക്കാൻ കഴിയുന്നു. പക്ഷെ മുഴുവനായി നോക്കുമ്പോൾ ഒരു പരിധിവരെ അവർക്ക് സ്ഥാനാർത്ഥി മണ്ഡലാടിസ്ഥാനത്തിൽ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയുമോ? ഇപ്പോൾ ഉദാഹരണം ബേപ്പൂർ സീറ്റ്, മുഹമ്മദ് റിയാസ് അടുത്ത തവണ അവിടെ മത്സരിക്കും. അവിടെ ആരെയാണ് അവർ എതിരായിട്ട് നിർത്താൻ കഴിയുക? ഈ മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്താനുള്ള മുഖമേതുണ്ട്? പിന്നീട് നാം തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളും എടുത്തു നോക്കാം. ഈ കാട്ടാക്കട, അവിടുത്തെ MLA വലിയ രീതിയിൽ മികച്ച പ്രവർത്തനം നിർത്തി അവിടെ ഒരു ജനകീയമായി മാറിയിട്ടുണ്ട്. അതെ, ജനകീയമായി. അരുവിക്കരയാണ് അതിൽ ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കാർത്തികേയന്റെ പടം കാണിച്ചാൽ മതിയായിരുന്നു, ആൾക്കാർ വോട്ട് ചെയ്യുമായിരുന്നു. അവിടെ ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഭയങ്കരമായ കോൺഗ്രസ് വിരുദ്ധ ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കാർത്തികേയന്റെ മകന് സാധിച്ചു എന്നൊരു നേട്ടമുണ്ട്. അത് അങ്ങനെയുള്ള ആ മണ്ഡലം എനിക്ക് കോൺഗ്രസിന്റെ തിരികെ കിട്ടാൻ ശബരിനാഥിനെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവന്നാൽ പോലും അവിടെ ജയിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ നെയ്യാറ്റിങ്കര ഒരു കാലത്ത് കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ CPM-ന്റെ ഭൂരിപക്ഷം 20,000 ആ രീതിയിലേക്ക് നാം ഓരോ മണ്ഡലവും പരിശോധിച്ചാൽ വ്യക്തമാകും. കോൺഗ്രസ് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. ഇപ്പോൾ അവിടെ LDF ആണ് ജയിക്കുന്നത്. അതോടൊപ്പം തന്നെ നാം വിട്ടുപോയത് മറ്റൊരു ശക്തിയുണ്ട്. ഈ മൂന്നാം ശക്തിയായി BJP പല മണ്ഡലങ്ങളിൽ വളർന്നു വരുന്നുണ്ട്. ഈ നെയ്യാറ്റിങ്കരയും പാറശാലയും എല്ലാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. BJPക്ക് പാറശാലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഏതാണ്ട് 40,000 അടുത്ത് വോട്ട് കിട്ടുന്നുണ്ട്. 36,000 38,000 ഒക്കെ വോട്ടുകൾ കിട്ടുന്നുണ്ട്. കാരണം ഈ ഒരു മലപ്പുറം കൊണ്ട് നമുക്ക് BJP വിലയിരുത്താൻ കഴിയില്ല. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലേക്കും മധ്യ കേരളത്തിലേക്കും വരുമ്പോൾ അവർ പ്രധാനമായി ലക്ഷ്യമിടുന്നത് കോൺഗ്രസിന്റെ വോട്ടാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു നായർ ഈഴവ വോട്ടിലേക്ക് കുറച്ച് കാലങ്ങളായി തന്നെ BJP കടന്നു കയറുന്നുണ്ട്. ഇപ്പോൾ അതിനെ കവച്ചു വച്ചുകൊണ്ടാണ് ക്രൈസ്തവ വോട്ടുകളിലേക്ക് കടന്നു കയറുകയാണ്. അവർ കുറച്ച് വർഷങ്ങളായി തന്നെ ആ പ്രവർത്തനം നടത്തി വരുന്നില്ല. അതെല്ലാം ആ പ്രവർത്തനത്തിൻ്റെ എല്ലാം ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വരുന്ന തെരഞ്ഞെടുപ്പുകളിലായിരിക്കും. അപ്പോൾ ഈ നിലമ്പൂർ എടുത്തു നോക്കുമ്പോൾ ഒരു കേരള രാഷ്ട്രീയവുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അവിടെ അൻവർ എന്ന വലിയൊരു സ്വതന്ത്രനുണ്ട്, ഒരു വടവൃക്ഷമായി നിൽക്കുന്ന ഒരു സ്വതന്ത്രൻ. അതോടൊപ്പം തന്നെ BJPക്ക് സ്വാധീനമില്ലായ്മ. മറിച്ച് അങ്ങനത്തെ ഒരു ഫാക്ടറുകളല്ല നാം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തെക്കൻ കേരളത്തിലും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലും കാസർഗോഡ് അടക്കമുള്ള മലബാർ മേഖലയിലെ ചില സീറ്റുകളിലെല്ലാം BJP വലിയ മത്സരം കാഴ്ചവെക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അവർ ന്യൂനപക്ഷത്തെ ചാക്കിലാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നു. അത്തരത്തിലുള്ള നേതാക്കളെ മുന്നിൽ നിർത്തുന്നു. ആ രീതിയിലുള്ള പ്രവർത്തനം പോകുമ്പോൾ ക്രൈസ്തവ വോട്ടുകൾ ഈ കോൺഗ്രസിന് പിടിച്ചു നിർത്തണമെങ്കിൽ കേരള കോൺഗ്രസിന്റെ സഹായം വലിയ രീതിയിൽ തന്നെ നേടാൻ കഴിയും. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിനുള്ള ഒരു ചൂണ്ടുപലകയായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസ് അടുത്ത അധികാരത്തിൽ വരുമെന്ന ഒരു ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കാൻ അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു ധാരണ അവർക്കുണ്ട്. പക്ഷേ എന്തായാലും അവർ കുറച്ച് നാൾ കൂടി അവിടെ നിൽക്കാനാണ് സാധ്യത കേരള കോൺഗ്രസ്. കാരണം ഒരു തെരഞ്ഞെടുപ്പും കൂടെ വരുന്നുണ്ടല്ലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ കൂടി അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ കേരള കോൺഗ്രസ് കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അവർ കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പ് സർവേക്കാൾ തന്നെ കൃത്യമായി ആര് വിജയിക്കും ആര് പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒരു സംവിധാനം കൂടി അവർക്ക് DNA പരമായി തന്നെ കിട്ടുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്സുകാരും അവരുടെ പ്രവർത്തകരും. അവർക്ക് കാരണം ഉത്തരേന്ത്യയിലല്ല ചില പാർട്ടികൾക്കുണ്ട്, ഈക്വൽ പാർട്ടികൾക്ക് ഈ സ്വാധീനം ഈ കഴിവ്, ആ DNA പരമായ കഴിവ് കേരളത്തിൽ ലഭിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ്സുകൾക്കാണ്.